രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിനു നേരെ വെടിയുതിർത്തുമെന്ന് പറഞ്ഞത് കേരളത്തിലെ BJPയുടെ ഒരു വക്താവാണ്. മോഹമെല്ലാം വലുതാണ്, പക്ഷേ നടക്കുന്ന കാര്യമല്ല നിലവിൽ. നേരത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയുടെ പിതാവുമായ രാജീവ് ഗാന്ധിക്കെതിരെ ശ്രീപെരുമ്പത്തൂരിന്റെ ആകാശത്തിന് താഴെ വെച്ച ക്രൂരമായ രൂപത്തിൽ മനുഷ്യബോംബിന്റെ രൂപത്തിൽ വന്ന തമിഴ് പുലികൾ കൊലപ്പെടുത്തിയിരുന്നു. 1000 മാംസത്തുണ്ടങ്ങളും 10,000 അസ്ഥികഷ്ണങ്ങളുമായി ചിതറിത്തെറിച്ച രാജീവിന്റെ മുഖം ഇന്നും ഓരോ ഭാരതീയന്റെയും മനസ്സിനകത്തെ ഒരു വിങ്ങലാണ്. ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തിയതിന്റെ പേരിൽ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നിലനിന്നതിന്റെ പേരിൽ രാജീവിന്റെ അമ്മ, അതായത് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ ഗർഭപാത്രം തുളച്ച സിഖ് തീവ്രവാദികൾ വെടിയുതിർത്തത് രാജ്യം കണ്ടതാണ്. ഇങ്ങനെ രണ്ടുപേരെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കുടുംബത്തിലെ ഇളം തലമുറക്കാരനാണ് രാഹുൽ. രാഹുലിനെതിരെ ഇപ്പോൾ സംഘികൾ ഉറഞ്ഞു തുള്ളാൻ കാരണം അദ്ദേഹം RSSനെതിരെ, മോദി സർക്കാരിനെതിരെ, BJPക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്നത് കൊണ്ടാണ്. രാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ വേർതിരിക്കാൻ സംഘപരിവാർ ആപനാഴിയിലെ അവസാന അസ്ത്രവും എടുത്ത് പോരാട്ടം നടത്തുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ മുന്നിലുണ്ടാകുമെന്ന പ്രഖ്യാപനം ഉയർത്തിയതിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചകം തകർക്കുമെന്ന BJPയുടെ ഭീഷണി വന്നിരിക്കുന്നത്. കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമത്തിൽ നടന്ന ചർച്ചയിലാണ് ഈ പ്രിന്റു മഹാദേവ് എന്ന് പറയുന്ന സംഘപരിവാറുകാരൻ, BJPയുടെ വക്താവ്, ഇത്തരത്തിൽ ഒരു ഭീഷണി മുഴക്കിയത്. ഭീഷണിയൊന്നും രാഹുലിന് പുത്തരിയല്ല. കാരണം ഓർമ്മ വച്ച നാളുകൾ തന്നെ മുത്തശ്ശിയെയും അച്ഛനെയും നഷ്ടമായി ഈ രാജ്യത്തിന് വേണ്ടി നഷ്ടമായ രാഹുലിന് ഈ ഭീഷണികൾ കൊണ്ടൊന്നും മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കാര്യമതല്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കൊലപ്പെടുത്തുമെന്ന കേരളത്തിലെ ഒരു സ്വകാര്യ ചാനൽ ചർച്ചയിൽ പരസ്യമായി വന്നു പറഞ്ഞ പ്രിന്റു മഹാദേവിനെതിരെ ചെറുവിരൽ അനക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല. നിരവധി പരാതികൾ പ്രിന്റു മഹാദേവിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കന്മാരും DGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടി ഇതുവരെ ആയിട്ടില്ല. പ്രിന്റു മഹാദേവിനെതിരെ ഒരു കേസെടുക്കാൻ പോലും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല. പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കേരളത്തിലെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ആഭ്യന്തര വകുപ്പിനെതിരെ, സംഘപരിവാറിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കും. കാരണം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വകവരുത്തുമെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ, ഈ രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ, തങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളുകളെ ഇല്ലാതാക്കാൻ തങ്ങൾക്ക് മടിയില്ല എന്ന സന്ദേശമാണ് BJP നൽകുന്നത്. ഇത് കേവലം ഒരു പ്രിന്റു മഹാദേവിന്റെ നാവിൽ നിന്ന് വന്ന ഒരു കാര്യമല്ല. ഈ രാജ്യത്തെ സംഘപരിവാറുകാരൻ രാഹുൽ ഗാന്ധിയെ എത്രത്തോളം വെറുക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി അത് മാറുകയാണ്. സംഘപരിവാറിന്റെ കണ്ണിലെ കരടായ രാഹുൽ ഗാന്ധിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു നിർത്താൻ കോടിക്കണക്കായ കോൺഗ്രസ് പ്രവർത്തകന്മാർ തയ്യാറാണ്. പക്ഷേ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുമ്പോൾ, രാഹുൽ ഗാന്ധിയെ കൊലപ്പെടുത്തുമെന്ന് പരസ്യമായി പറയുമ്പോൾ അയാൾക്കെതിരെ കേസെടുക്കാൻ, നിയമപരമായ നടപടി സ്വീകരിക്കാൻ CPM ഭരിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. കേരളത്തിലെ BJP CPM കൂട്ടുകെട്ടിന്റെ പരിണിത ഫലമാണോ ഇത്തരത്തിലുള്ള നടപടി എന്നൊരു ചോദ്യം ജനങ്ങൾ ഉന്നയിക്കുകയാണ്. കാരണം രാഹുലിനെ സ്നേഹിക്കുന്ന, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്ന രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. നിഷ്പക്ഷമതികളായ ആളുകൾ. അതിൽ CPMകാരനും മുസ്ലിം ലീഗുകാരനും രാഷ്ട്രീയമില്ലാത്തവനും രാഷ്ട്രീയമുള്ളവനും എല്ലാവരുമുണ്ട്. അത്തരം ആളുകൾക്കിടയിലേക്കാണ് പ്രിന്റു മഹാദേവിനെ പോലെയുള്ള നാലാംകട രാഷ്ട്രീയക്കാരൻ ഈ വെല്ലുവിളിയുമായി കടന്നു വന്നത്. എന്തായാലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.